എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓൺലൈനിൽ ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ ആണ്. അപ്പം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്ത് കളയേണ്ട സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പം ഇഫ ചിക്കനിൽ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. ഇവിടെ മഞ്ഞൾപ്പൊടി, ചില്ലി ക്രഷ്ഡ് ചെയ്തേക്കുന്നത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, പെപ്പർ, ഗരം മസാല, ഉപ്പ്. ഇത്ര ഐറ്റംസ് ആണ്. ഉപ്പിന് ഇനി കളർ മാറ്റാൻ പറ്റത്തില്ലല്ലോ, അത് കാരണം അത് തന്നെ മതി. അതിന്റെ കൂടെ നമ്മള് കേർഡും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എടുത്ത എല്ലാ മസാല ഇതിനകത്ത് പാത്രത്തിനകത്ത് തട്ടി 2 സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുക. മതി, 2 സ്പൂൺ മതി. ഓ ധാരാളം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മസാല ഇതേപോലെ വരും. ഇതേപോലെ നമ്മൾ 4 പീസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു ജോയിന്റ് പീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മസാലയിലോട്ട് പുരട്ടുക. 1 മണിക്കൂർ മാരിനേഷൻ ചെയ്യാൻ വെക്കുക. വാട്ട്സ് നെക്സ്റ്റ്? പറ, എന്താണ് ഇനി അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറ്റ്സ് റെസ്റ്റിംഗ് ടൈം. സോ നമുക്കെല്ലാം പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. 1 hour വരെ ഇത് റെസ്റ്റിൽ വെക്കണം. നമ്മുടെ ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയൊന്നും ആവശ്യമില്ല, ചെറുതായിട്ട് മതി. മാരിനേറ്റ് ചെയ്തേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് വഴി വയ്ക്കുക. എന്താ ഈ ചിക്കൻ? അല്ല, ഇഫ ചിക്കൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് മയോണൈസ് മുക്കി കഴിക്കുന്നത്. അതിന് പകരം ഒരു മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മേലിലോട്ട് ഒഴിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇനി കഴിക്കുമ്പോൾ വേറെ വല്ല ടേസ്റ്റ് വരുമോന്ന് അറിയത്തില്ല. കാര്യം മയോണൈസ് എന്ന് പറയുന്ന പോലെ ഒരു സോസ് ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അറിയാം എങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നല്ല വൈറലല്ലേ, വൈറലായതല്ലേ ഇത്? ആണ്, ഇതെല്ലാം ഫുള്ള് ഇത് തന്നെയാണ്. ഓൾറെഡി വൈറലായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യാണ് വെറൈറ്റീസ്. അതിനകത്ത് ഏതെങ്കിലും ക്ലിക്ക് ആവും, അത്രയൊക്കെ ഉള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെ എന്താണ്. ചിക്കൻ്റെ മുകളിൽ ഇതാക്കാനുള്ള ഒരു സോസിനുള്ള എഗ്ഗാണ് ബോയിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സോസിന്റെ പ്രിപ്പറേഷൻ ആണ്. ലെറ്റ്സ് സീ. ആദ്യം തന്നെ കുറച്ച് ഗാർലിക്, അതിലേക്ക് ബോയിൽഡ് എഗ്ഗ്. ഇതിന്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, യെല്ലോ പാർട്ട് എടുക്കുന്നില്ല. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ചീസ്. നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ചീസ് ഷീറ്റ് ആയിട്ടുള്ളത് കിട്ടും, അല്ലാത്തത് കിട്ടും. ഇപ്പം നമ്മൾ ക്യൂബായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് ഡബിൾ ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ബാക്കി യെല്ലോ എല്ലാം മീനുട്ടിയാണ് കഴിച്ചത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത്രയും മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല മയോണൈസിന്റെ പരുവത്തിൽ ആക്കി എടുക്കുക. എന്തായി കാര്യങ്ങൾ? എന്താണെന്ന് അറിയണം. ഓക്കെ, ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഓയിലും കൂടി ആഡ് ചെയ്യണം. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്, ഒലിവ് ഓയിലല്ല. സ്വല്പം അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുക. അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പോലെ ഒരു ഹാഫ് ലെമൺ കൂടെ, സ്ക്യൂസ് ഓഫ് ലെമൺ. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ സംഭവം, ആ ഒരു സോസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ്സ് പോലും വേണ്ടി വരത്തില്ല. കാര്യം ഓൾറെഡി ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ഇനി ഇതിനകത്തൊന്ന് സെറ്റായി വരാനാണ്. ഒരു സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ വരത്തുള്ളൂ. ഇത് ഡീപ്പായിട്ടൊന്നും പോകത്തില്ല. ഈ സോസ് ജസ്റ്റ് ഒരു ഫ്ലേവർ, നമ്മുടെ മസാല ഇതെല്ലാം പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. മയോണൈസിനകത്ത് ചിക്കൻ മുക്കി കഴിക്കുന്നത്, ഇത് ചിക്കനകത്ത് മയോണൈസ് മുക്കി വെച്ചേക്കുന്നത്. അത്രേ ഒരു വലിയ വ്യത്യാസം. ഇനി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു നോക്കാം. ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സ്ഥിരം ടെസ്റ്ററായിട്ടുള്ള മീനൂട്ടി തന്നെ വന്നിട്ടുണ്ട്. മീനൂട്ടിക്ക് തന്നെ കൊടുത്തു തുടങ്ങിയേക്കാം. മീനൂട്ടി, first eat, then sell. If you didn't try this, then you'll regret. Like, subscribe, share.
It's super, 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 super tasty. പറ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മള് നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് മയണൈസ് മുക്കി കഴിച്ചാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഏകദേശം മയണൈസിന്റെ ടേസ്റ്റ് തന്നെയാണ് അതിന് വരുന്നത്. ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ അത് നല്ല സംഭവമാണ്, ഒരു വട്ടം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒത്തിരി സ്പൈസി അല്ല, അപ്പം പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മയണൈസ് കഴിക്കുന്ന ആളുടെ റിവ്യൂ ആണ് അടുത്തത്. പറഞ്ഞോ, എങ്ങനെയുണ്ട്? സത്യം ഉറപ്പിക്കാമോ? ഉറപ്പിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. മയണൈസ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എക്സലന്റ് ടേസ്റ്റ്. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.